ഇന്നത്തെ തിരുവചന ധ്യാനത്തിന് ആധാരമായി 125 സങ്കീർത്തനം 3 വാക്യം. ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല. സ്തോത്രം. എന്താണ് നീതിമാന്റെ അവകാശം? എന്താണ് ദുഷ്ടന്മാരുടെ ചെങ്കോൽ? ഇന്നത്തെ മെസ്സേജ് നിന്റെ തലമുറകളോട് ബന്ധപ്പെട്ടാണ് ദൈവം സംസാരിക്കുന്നത്. ബൈബിൾ പഠിപ്പിക്കുകയാണ്, മക്കൾ യഹോവ നൽകുന്ന അവകാശമാണ്. നമുക്കറിയാം, ഇന്ന് തലമുറകൾ ഏറ്റവും കൂടുതൽ വഴിതെറ്റിപ്പോകുന്ന ഒരു കാലഘട്ടമാണ്. അതിന് ഏറ്റവും കാരണം കൂട്ടുകെട്ടാണ്. പല കുഞ്ഞുങ്ങളും പേരൻസിനേക്കാൾ അധികം വലിയ കൂട്ടുകെട്ടുകളിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുക. ബൈബിളിൽ വാക്യമുണ്ട്, ഞാൻ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് എൻ്റെ സാന്നിധ്യത്തിൽ മറയ്ക്കും. ഒന്നാമത്തെ സന്ദേശം, നിന്റെ സന്തതിയുടെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ല. യെശയ്യാ പ്രവചനത്തിൽ വചനമുണ്ട്, നിന്റെ മേൽ ഞാൻ തന്ന ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന വചനവും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഒരു കാലത്തും നീങ്ങിപ്പോകയില്ല. അതൊരു വാഗ്ദത്ത വചനമാണ്. നീതിമാന്റെ അവകാശത്തിന്മേൽ ഇനിയും ദുഷ്ടന്റെ ചെങ്കോൽ അധികം വാഴത്തില്ല. എന്താ അതിൻ്റെ പിന്നിലെ സന്ദേശം? നിന്റെ സന്തതിയെ കർത്തൃത്വം നടത്തുന്ന ചില ദുഷ്ടന്റെ ചെങ്കോലുകൾ ഇന്ന് രാവിലത്തെ പ്രയറിൽ നിന്റെ സന്തതിയുടെ മുകളിൽ നിന്ന് മാറിപ്പോകും. നിന്റെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രരാകാൻ പോകും. യെശയ്യാ പറഞ്ഞ പോലെ, നിന്റെ മേൽ ഞാൻ പകർന്ന ആത്മാവ് നിന്റെ വായിൽ ഞാൻ തന്ന വചനം നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഒരു നാളും നീങ്ങിപ്പോകത്തില്ല. ആ ചെങ്കോൽ പൊട്ടിയിട്ട് നിന്റെ സന്തതിയെ ദൈവവചനത്താൽ ദൈവം നിറയ്ക്കാൻ പോവാ. അതാണ് ഇന്നത്തെ പ്രവചന ദൂത്. അങ്ങനെ വിശ്വസിക്കാം, അങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ദുഷ്ടന്റെ ചെങ്കോലുകളെ ഇല്ലായ്മപ്പെടുത്തുന്ന ദൈവമേ, അവിടുത്തെ അദൃശ്യ കൈ നിന്റെ മക്കളുടെ മേൽ വരണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ യേശുവിന്റെ നാമം ചൊല്ലി, പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിന്റെ സന്തതികളുടെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ല. ഗോഡ് ബ്ലസ് യു.